വെൽക്കം ബാക്ക് ടു കുഞ്ഞാമിനാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ബട്ടർ നാൻ ആണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 2 കപ്പ് മൈദപ്പൊടിയാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ദെൻ അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ദെൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പുളി ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പുളിയുള്ള തൈരായാലും കുഴപ്പമൊന്നുമില്ല. ദെൻ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് അതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. ദെൻ ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. അതിന് ശേഷം ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കുക. ദെൻ ഇത് നമ്മൾ ഒരു ഓവൽ ഷേപ്പിലാക്കിയിട്ട് പരത്തിയെടുക്കണം. ബട്ടർ നാനിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് റൗണ്ട് അല്ലല്ലോ, അപ്പോൾ ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് പരത്താനായിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്ത് വെക്കാം. അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ വേഗത്തിൽ അതിങ്ങനെ വലുതായി വരുന്നുണ്ട്. അപ്പോൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അത് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ആണ് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്താനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ഓവൽ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. ദെൻ ഈ ഒരു ഓവൽ ഷേപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില, അതുപോലെ തന്നെ ചെറിയ കരിഞ്ചീരകം ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ കാണാനൊരു ഭംഗിയുമാണ്, പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇതൊരു ഓപ്ഷണലാണ് കേട്ടോ, ഈ ഒരു സ്റ്റെപ്പ് അത് വേണമെങ്കിൽ ചെയ്താൽ മതിയാവും. ദെൻ നമ്മൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് റോൾ ചെയ്യുക. ദെൻ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല ചൂടായിട്ടുള്ള ഒരു പാനിലിട്ടിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ വൺ സൈഡ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറ്റേ സൈഡിൽ നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 2 സൈഡിലും ബട്ടർ തേച്ച് കൊടുക്കണം. അതൊന്നിങ്ങനെ പൊന്തി വരുന്ന ടൈമിൽ നമ്മൾ പാനിൽ നിന്ന് മാറ്റിയിട്ട് സ്റ്റൗ ടോപ്പിൽ ഇട്ടിട്ട് ഇതേപോലെ ആക്കിയെടുക്കണം. അപ്പോഴാണ് ആ ഒരു തന്തൂർ റൊട്ടീൻ്റെ അതുപോലത്തെ ഒരു സ്മെല്ല് വരുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള ബട്ടർ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.